ഇന്നലെ വരെ ഒരു ക്ലാസ് മുറിയിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച് കളിച്ച അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെച്ച സുഹൃത്തുക്കളാണ് ഇന്ന് അവരിൽ 4 പേർ ഇനിയില്ല എന്നുള്ള ആ ഒരു വേദന അത് എത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാര്യമായിരിക്കും. അവരെ എന്ത് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനാണ്? ഒരു വാക്കിനും ഒരു ആശ്വാസത്തിനും അവരുടെ വേദനയെ ഇല്ലാതാക്കാൻ കഴിയില്ല. പരീക്ഷ കഴിഞ്ഞ് ഒരു പക്ഷേ അവധിക്കാലമൊക്കെ സ്വപ്നം കണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ മുന്നോട്ട് പോയിരുന്ന വിദ്യാർത്ഥികളാണ്, സുഹൃത്തുക്കളാണ്. വർഷങ്ങളായി ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന മക്കളാണ്. എല്ലാം പങ്കുവെച്ച് നേരത്തെ അരുൺ പറയുന്നുണ്ടായിരുന്നു, അർജുനോട് സംസാരിക്കുമ്പോൾ 4 പേരുടെയും റൈറ്റിംഗ് പാഡൊക്കെ ഒരുമിച്ച് ഒരു ബാഗിലാണുള്ളത്. അങ്ങനെ എല്ലാം പങ്കുവെച്ച് പരസ്പരം കൈമാറി അങ്ങനെയുള്ള ഒരു സൗഹൃദം, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഇനി ആ ക്ലാസ് മുറിയിൽ നാളെ പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ ആ 4 പേർ ഇല്ല എന്നുള്ളത് എങ്ങനെ ഉൾക്കൊള്ളാനാണ് മറ്റുള്ള സഹപാഠികൾ? കണ്ണീർ മടക്കമാണ്. 4 ഖബറുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ മയ്യിത്ത് നമസ്കരിക്കുകയാണ്. ഖബറടക്കം അല്പസമയത്തിനകം നടക്കും. ഈ 4 വിദ്യാർത്ഥിനികളുടെയും മരണത്തിന് ഇപ്പോൾ അപകടമാണ്, ലോറി മറിഞ്ഞുള്ള അപകടമാണെന്ന് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എത്രയോ നാളുകളായി, എത്രയോ കാലങ്ങളായി ഈ പരാതി ഇവിടെയുള്ള പ്രദേശവാസികൾ അധികാരികളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇതിൽ തീർച്ചയായും സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇന്നലെ ആ അപകടം നടന്ന ആ സ്കൂളിൽ ഈ സുഹൃത്തുക്കൾ ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവർ അത്രമേൽ ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിനൊരു പരിഹാരം വേണം. ഇത് ആദ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. എത്രയോ തവണയായി അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അവസാനം വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇന്ന് യോഗത്തിൽ മാത്രം കാര്യങ്ങൾ അവസാനിക്കരുത്, ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇതിൽ ഇവരുടെ പ്രിയപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്, ഈ വഴിയായിരുന്നില്ല, ഈ ദേശീയപാത വഴിയായിരുന്നില്ല ഇവർ മടങ്ങിയിരുന്നത് വീട്ടിലേക്ക്. ഈ അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ ദേശീയപാതയ്ക്ക് അല്പം വീതി കൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ഈ വഴി തിരഞ്ഞെടുക്കാൻ കാരണം കുട്ടികൾ. മറ്റൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു, സർക്കാരിന് ആ പഠനങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല, ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ഉത്തരവാദികൾ ആരാണ് ഈ 4 വിദ്യാർത്ഥികളുടെ ജീവന് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നാടിൻ്റെ കണ്ണീരിന് ആരാണ് കാരണക്കാർ എന്ന ചോദ്യം ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഉയരണം. ശാസ്ത്രീയമായാണ് ദേശീയപാത നിർമ്മാണം നടന്നത് എന്ന പരാതി അവിടെ നാട്ടുകാർക്കുണ്ട്. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥ എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ദേശീയപാതയുടെ പണി നടക്കുകയാണ്. പലയിടത്തും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഭാഗ്യം എന്ന നിലയിൽ മാത്രമാണ് കാര്യങ്ങൾ. ആലപ്പുഴ കളർക്കോട് 2 ആഴ്ച പോലുമായിട്ടില്ല 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ ദാരുണമായി 19 വയസ്സ് മാത്രം പ്രായമുള്ള 6 വിദ്യാർത്ഥികൾ മരിച്ചിട്ട് എന്നുള്ളത് ഓർക്കണം. സ്ഥിരമായി അപകടമുണ്ടാകുന്ന മേഖലകൾ, സ്ഥിരം അപകട മേഖലകൾ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്, ഒരു സ്ഥലത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് തന്നെ എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യമുണ്ട്. കുറ്റക്കാർ ദേശീയപാത അതോറിറ്റിയാണോ, പ്രാദേശിക ഭരണകൂടമാണോ? ഇതൊക്കെ നിശിതമായ ചോദ്യങ്ങൾക്ക് വിധേയമാകേണ്ടതാണ്. നാടിൻ്റെ പ്രതീക്ഷയായിരുന്ന, കുടുംബങ്ങളുടെ വിളക്കായിരുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള 4 കുരുന്നുകളാണ് മണ്ണോട് ചേരുന്നത്. അവർ എന്ത് തെറ്റാണ് ചെയ്തത്? സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെന്ന മനസ്സോടെ വന്നിരുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയരേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ നിരത്തുകൾ കൊലക്കളങ്ങളാവുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അവിടെ ഉണ്ട്. പൊതുനിരത്തുകൾ ഇത്തരത്തിൽ കുരുതിക്കളങ്ങളാകുമ്പോൾ, അങ്ങനെ കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ പൊതുനിരത്തുകൾ കുരുതിക്കളമാകുമ്പോൾ അതിന് ഉത്തരവാദികളായ ആളുകൾ ഉത്തരം പറയണം എന്നുള്ളതും നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രധാനമായി കാണേണ്ട കാര്യമാണ്. 4 ഖബറുകളും ഒരുങ്ങിക്കഴിഞ്ഞു. മയ്യത്ത് നമസ്കാരം നടക്കുകയാണ്. അല്പസമയത്തിനകം ഖബറടക്കം ഈ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് ആ 4 പേരുടെയും ആ 4 വിദ്യാർത്ഥിനികളുടെയും ശവമഞ്ചം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഖബറുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി ഈ മണ്ണിലേക്ക്, ഈ 6 അടി മണ്ണിലേക്ക് ആ 4 പേരും, ആ 4 സുഹൃത്തുക്കളും മടങ്ങുകയാണ്. കരഞ്ഞ് തളർന്ന മുഖങ്ങളാണ് എങ്ങും കാണാൻ കഴിയുന്നത്. മയ്യത്ത് നിസ്കാരം നടക്കുകയാണ് തുപ്പനാട് ജുമാ മസ്ജിദിൽ. ആ കുടുംബങ്ങൾക്ക്, അവരുടെ പ്രിയപ്പെട്ടവർക്ക്, അവരുടെ മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അത് സഹിക്കാനുള്ള ക്ഷമയും കരുത്തും നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്.
ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു. നല്ല ഭാവി സ്വപ്നം കണ്ട് മുഴുവൻ പ്രതീക്ഷകളുമായി നല്ല ഒരു പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ മറ്റുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പോയ വിദ്യാർത്ഥിനികളാണ്. ആ സ്കൂളിൻ്റെ മുഴുവൻ അഭിമാനമായിരുന്ന കുരുന്നുകളാണ്, ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന കുരുന്നുകളാണ് ഇപ്പോൾ ചേതനയറ്റ് ആ ജുമാ മസ്ജിദിൽ കിടക്കുന്നത്.